വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ വെട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കൂടുതൽ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലുമാണ് പോലീസിന്റെ നീക്കം. കൊല്ലപ്പെട്ട ഷിബിലയുടെ ഭർത്താവായ പ്രതി പുതുപ്പാടി സ്വദേശി തറോൽമറ്റത്ത് വീട്ടിൽ യാസർ ഇപ്പോൾ റിമാൻഡിലാണ്. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, സ്വബോധത്തോടെയാണ് ഈ ഒരു കൃത്യം നടത്തിയിരിക്കുന്നത്. ലഹരിക്ക് അടിമയാണെങ്കിലും ആ ഒരു വിവരമാണ് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞത്. അതായത് സ്വബോധത്തിൽ നിൽക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ പറ്റി ചിന്തിക്കാനുമുള്ളൊരു മനോനിലയിലേക്ക് ആ പ്രതി മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയേ പറ്റൂ, അല്ലേ? തീർച്ചയായും കാളിദാസ്, അത്രയധികം ക്രൂരത യാസർ എന്ന് പറയുന്ന ഈ ഭർത്താവായ പ്രതിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ലഭിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. ഈ യാസറും ഷിബിലയും തമ്മിൽ പിണങ്ങുന്നു. ഈ യാസറും ഷിബിലയും തമ്മിൽ പിണങ്ങുന്നത്, യാസർ ഒരു ലഹരിക്കടിമയായ ഒരു വ്യക്തിയാണ്. അതേ തുടർന്ന് ഈ ഷിബിലയ്ക്ക് നേരിടേണ്ടി വന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങളുണ്ട്. ആ പീഡനങ്ങളുടെ പേരിലാണ് അവർ അകന്നു കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഈ ഫെബ്രുവരി 28-ന് ഈ താമരശ്ശേരി പോലീസിൽ ഷിബിൽ ഒരു പരാതി നൽകുന്നുണ്ട് യാസറിനെതിരെ. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഈ സമയത്ത് തന്നെയാണ്, അടുത്ത സമയത്ത് തന്നെയാണ്, കഴിഞ്ഞ ഒരു മാസം മുൻപൊക്കെ അതിനു മുൻപാണ് ഉമ്മയെ താമരശ്ശേരിയിൽ ആഷിഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വെട്ടിക്കൊലപ്പെടുത്തുന്ന, ലഹരിയുടെ അടിമയായ ആഷിഖ് വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ ആഷിഖിന്റെ അടുത്ത സുഹൃത്താണ് യാസിർ. ആ യാസിർ തന്നെയും കൊല്ലുമെന്ന് ഭയന്നിരുന്നു ഷിബില, അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും അപായപ്പെടുത്തും, തന്നെ ആക്രമിക്കുമെന്ന് ഭയന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് താമരശ്ശേരി പോലീസിൽ ഫെബ്രുവരി 28-ന് ഇവർ പരാതി നൽകിയത്. പക്ഷെ ആ പരാതി കാര്യമായി പോലീസ് പരിഗണിച്ചില്ല. കാരണം അത് പരിഗണിക്കാതിരുന്നത് പോലീസിനെ സംബന്ധിച്ച് ആ സമയത്ത് ഷഹബാസ് വധക്കേസ് ഉണ്ടായിരുന്നു താമരശ്ശേരിയിൽ. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കുടുംബ വഴക്ക് സംബന്ധിച്ച കേസ് വരുമ്പോൾ അത് ഒത്തുതീർപ്പാക്കുക എന്ന രീതിയിലേക്കാണ് പോലീസ് അന്ന് പോയിരുന്നത്. അതിൻ്റെ കൂടി ഒരു ഭവിഷ്യത്താണ് ഈ ഷിബിലയുടെ കൊലപാതകം എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ലഹരിക്കടിമയായിരുന്നെങ്കിലും യാസർ ഈ കൃത്യം നടത്തുമ്പോൾ ഒരു ലഹരിയും ഉപയോഗിച്ചിരുന്നില്ല. പൂർണ്ണമായും സ്വബോധത്തോടെയാണ് മിനിഞ്ഞാന്ന് രാത്രി 7:15-നും 7:30-നും ഇടയിലുള്ള സമയത്ത് ഷിബിലയെ വെട്ടിക്കൊല്ലുന്നത്. ഷിബിലയുടെ ശരീരത്തിൽ 11 മുറിവുകളാണ്, ആഴത്തിലുള്ള 11 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. ഷിബിലയെ വെട്ടിക്കൊന്നിട്ടും തീരാതെ അയാളുടെ കൊടും പക ആ ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാനും മാതാവ് ഹസീനയ്ക്കും നേരെ നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇവർ ഒത്തുതീർപ്പിന് വന്നപ്പോൾ പ്രാദേശികപരമായി എവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി വൃത്തങ്ങളടക്കം ഈ ഒത്തുതീർപ്പിൽ ഭാഗമായിരുന്നു. കാരണം ഒരു കുടുംബ വഴക്കാണ് ആദ്യം എന്ന് കരുതിയാണ് അവർ അത്തരത്തിൽ നീങ്ങിയത്. അതുകൊണ്ട് അന്ന് ഈ ഷിബിലയുമായി ബന്ധപ്പെട്ട രേഖകൾ തിരിച്ചു നൽകും എന്ന് ഈ യാസർ ഉറപ്പ് നൽകിയിരുന്നു. അത് ഈ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ രേഖകൾ തിരിച്ചു നൽകുക എന്നാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ അവരറിയാതെയാണ് ഈ നോൻപ് തുറന്നിരിക്കുന്ന ഷിബിലയ്ക്കരികിലേക്ക് ഈ യാസർ വരുന്നത് ആദ്യം ഇങ്ങോട്ടേക്ക് വരുന്നത് നമുക്കെല്ലാം പറഞ്ഞു പൊരുത്തപ്പെട്ട് തീർക്കാമെന്നുള്ളതാണ്. ഈ ഷിബിലയുടെ പാവം കുടുംബം ഈ യാസറിന്റെ വാക്കുകൾ വിശ്വസിച്ചു പോയി എന്നുള്ളതാണ്. യാസർ നന്മയുദ്ദേശിച്ച് വരുന്നതായിരിക്കും എന്ന് കരുതിയാണ് വന്നോളൂ എന്ന് പറയുകയും ഈ രേഖകൾ കൈമാറുകയും ഒക്കെ ചെയ്യുന്നത്. ഷിബിലയുടെ വസ്ത്രമൊക്കെ കൂട്ടി കത്തിച്ച് അത് വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കിയ ക്രൂര മനസ്സിനുടമയാണ് യാസർ എന്ന് നമുക്ക് നേരത്തെയും പോലീസിന്റെ കണ്ടെത്തലിൽ വ്യക്തമായിരുന്നു. ഇപ്പോഴത്തെ സ്വബോധത്തോടു കൂടിയാണ് ഈ കൊലപാതകമെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ പ്രതിയെ കൂടുതൽ തെളിവെടുപ്പ് പ്രതിയുമായി അനിവാര്യമാണ്. ഇന്നലെ ഈ കത്തിയും ബാഗുമെല്ലാം തന്നെ യാസർ സഞ്ചരിച്ച കാറിൽ നിന്നും കണ്ടെത്തിയിരുന്നു. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്, വിശദമായ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇത് ഈ യാസറിന്റെ മാത്രം താല്പര്യമായിരുന്നു, ഏത് രീതിയിലാണ് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കൂടാതെ ഈ യാസറിന്റെ ലഹരി മാഫിയ ബന്ധം ഉൾപ്പെടെ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി ആഷിഖിനുമായുള്ള അടുത്ത സൗഹൃദം തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ യാസറിനുള്ള ലഹരി മാഫിയ ബന്ധം, ഈ ലഹരി മാത്രമാണോ, ലഹരിക്കടിമയായതിൻ്റെ പേരിൽ മാത്രമാണോ ഷിബിലയെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. ഏറ്റവും ഗൗരവകരമായ കാര്യം കാളിദാസ് സൂചിപ്പിച്ചത് തന്നെയാണ്. സ്വബോധത്തോടുകൂടി ഒരു ലഹരിയുടെയും അടിമയില്ലാത്ത സമയത്താണ് യാസർ ഷിബിലയെ ക്രൂരമായ രീതിയിൽ, നരാധമൻ എന്ന് വിളിക്കാവുന്ന രീതിയിൽ കൊലപ്പെടുത്തിയത്. കാളിദാസ്.
തീർച്ചയായും റിയാസ, എന്തായാലും ഈ ഒരു രണ്ട് സംഭവങ്ങൾക്കും, അല്ലെങ്കിൽ റിയാസ് സൂചിപ്പിച്ച പോലെ തന്നെ ആഷിക്കിന്റെ ഉമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ആഷിക്കും ഈ കേസിലെ പ്രതിയായ യാസിറും സുഹൃത്തുക്കളാണ്. അതോടൊപ്പം തന്നെ ഇവർ രണ്ടുപേരും ലഹരിക്ക് അടിമകളാണ്. അതുകൊണ്ട് തന്നെ താമരശ്ശേരി എന്നുള്ള മേഖലയിൽ എത്രത്തോളം ലഹരി വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ചില ഞെട്ടിക്കുന്ന വസ്തുതകളും കൂടിയല്ലേ നമുക്കിപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈയിടെ ഒരു പോലീസുകാരനുമായി സംസാരിച്ചിരുന്നു. താമരശ്ശേരി ഭാഗത്ത് പ്രവർത്തിക്കുന്ന, അവിടെ സ്റ്റേഷൻ പരിധിയിൽ പ്രവർത്തിക്കുന്ന പോലീസുകാരൻ, അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് താമരശ്ശേരി കൈവിട്ടുപോയി എന്നാണ്. ലഹരിക്ക് പൂർണ്ണമായും അടിപ്പെടുന്ന രീതിയിലേക്ക് താമരശ്ശേരിയും അതിൻ്റെ പരിസരങ്ങളും മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ പൂർണ്ണമായും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല. അവിടെ നല്ല മനുഷ്യരുണ്ട്, നല്ല യുവാക്കളുമുണ്ട്. പക്ഷേ അവർക്ക് പോലും ആക്ഷേപം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് സമീപകാലത്ത് താമരശ്ശേരിയിലും പരിസരത്തും നടക്കുന്ന ഇത്തരം ക്രൂരമായ ഹീന കൃത്യങ്ങൾ, പ്രത്യേകിച്ച് ഏറ്റവും ആദ്യം ഈ ആഷിക്ക് ലഹരിയിൽ നിന്നും മോചിപ്പിക്കാൻ ശ്രമിച്ച തൻ്റെ ഉമ്മയെ, അതും രോഗിയായ ഉമ്മയെ വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന. ആഷിക്ക് പിന്നീട് പോലീസിനോട് പറഞ്ഞത് തന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് താൻ മാതാവിന് കൊടുത്തത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ക്രൂരഹൃദയനായി ലഹരിക്കടിമയായിട്ടുള്ള ആഷിക്ക് മാറുന്ന ഒരു സാഹചര്യം. ആഷിക്കും അന്ന് സ്വബോധത്തോടു കൂടിയാണ് ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നുള്ള സൂചനകളാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്നത്. അതിന് പിന്നാലെ ഷഹബാസ് ഈ സഹപാഠികളായ വിദ്യാർത്ഥികളാൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികളാണെങ്കിൽ കൂടിയും ആ രീതിയിലേക്ക് മർദ്ദനത്തിൽ, സംഘർഷത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഷഹബാസ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവുന്നു. അതിന് പിന്നാലെ അതേ താമരശ്ശേരിയിൽ ഈ ഷിബില വധിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വിവാഹ ജീവിതം വീട്ടുകാർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം ഷിബിലയും യാസിറും ഒരുമിക്കുന്നത് കോടതി മുറിയിൽ വെച്ചാണ്. പ്രണയമായിരുന്നു അവർ തമ്മിൽ. ആ പ്രണയം വീട്ടുകാർ അന്ന് സമ്മതിക്കാതിരുന്നത്, അന്ന് തന്നെ ഈ ഷിബിലയുടെ വീട്ടുകാർക്ക് സൂചന ലഭിച്ചിരുന്നു യാസിർ ലഹരിക്കടിമയാണ് എന്ന കാര്യം. അതുകൊണ്ടാണ് തങ്ങൾ അന്ന് ഷിബിലയും യാസിറും തമ്മിലുള്ള വിവാഹത്തിന് സമ്മതിക്കാതിരുന്നത് എന്നാണ് പിന്നീട് ഷിബിലയുടെ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ പറയുന്നത്. അങ്ങനെ പൂർണ്ണമായും ലഹരിക്കടിമപ്പെട്ട ആ ഒരുത്തൻ പിന്നീട് ഈ ഷിബിലയെ ക്രൂരമായി മർദ്ദിക്കുമ്പോൾ, മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഈ വിവരമറിഞ്ഞ് സ്വന്തം കുടുംബം മകളെ അതിന് ഇട്ടുകൊടുക്കാതെ, മകൾ തങ്ങളെ ധിക്കരിച്ച് പ്രണയ വിവാഹത്തിന് പോയ ഒരാളാണ് എന്ന് കരുതാതെ അതിനിട്ടുകൊടുക്കാതെ ആ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പോലും ഈ യാസിറിന്റെ ക്രൂരമായ കരങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഒരു അനാസ്ഥ കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന വസ്തുത നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഫെബ്രുവരി 28-ന് യാസിറിനെതിരെ ഷിബില നൽകിയ പരാതി കൃത്യമായി പരിഗണിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ യാസിറിനെ പിന്നീട് യാസിറിനെതിരെ കേസെടുത്ത് അയാളെ കൽത്തുറുങ്കിലടയ്ക്കാനോ അല്ലെങ്കിൽ നടപടികളോ സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഷിബില ഇന്നും ജീവനോടുകൂടി ഉണ്ടാകുമായിരുന്നു എന്ന് ആ കുടുംബം വിശ്വസിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് പോകാൻ നമ്മുടെ പോലീസിന് സാധിച്ചിട്ടില്ല എങ്കിൽ കൂടിയും കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ട് ഷിബിലയുടെ കൊലപാതകത്തിന് ശേഷമെങ്കിലും യാസിറിനെ കൃത്യമായ രീതിയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയുമെന്നുള്ളത് ആ കുടുംബം പ്രതീക്ഷിക്കുകയാണ്. കാളിദാസ് സൂചിപ്പിച്ചതുപോലെ ഏറെ ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് താമരശ്ശേരി ഭാഗത്തു നിന്നും നിരന്തരം ലഹരിയുടെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായി തടയണമെങ്കിൽ അവിടെയുള്ള രക്ഷിതാക്കൾ കൃത്യമായി തങ്ങളുടെ മക്കളെ നിരീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ ലഹരിക്ക് എതിരിൽ, അല്ലെങ്കിൽ അവരെ ലഹരി മുക്തരാക്കാനുള്ള ഒരു ഇടപെടൽ നടത്തണം. പൂർണ്ണമായും താമരശ്ശേരി ഉള്ള ആളുകളോ അല്ലെങ്കിൽ കുട്ടികളോ ലഹരിക്കടിമകളാണ് എന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷെ വലിയൊരു വിഭാഗം കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ താമരശ്ശേരി ഭാഗത്ത് ലഹരിക്കടിമകളാകുന്നു. ലഹരി മാഫിയ ആ മേഖലയിൽ വലിയ തോതിൽ പിടിമുറുക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഈ 3 സംഭവങ്ങളും നമുക്ക് മുൻപിൽ നൽകുന്ന പാഠം. അതുതന്നെയാണ് റിയാസെ, ഏറ്റവും അധികം സങ്കടകരമായ ഒരു സംഭവമാണെങ്കിലും ഈ ഒരു സംഭവത്തിൽ ഇനിയും മുമ്പോട്ടുള്ള നടപടികൾ കൃത്യമായി പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇതുവരെയുള്ള നടപടികളിൽ ഒരു അനാസ്ഥ നേരിട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിൽ വിമർശനമടക്കം ആരോപണങ്ങളടക്കം ഉയർന്നുണ്ടെങ്കിലും ഇനി മുമ്പോട്ടുള്ള നടപടികൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ പ്രതിക്ക് കൃത്യമായ ശിക്ഷ കൊടുക്കാൻ, അല്ലെങ്കിൽ ശിക്ഷ നൽകാൻ ഈ ഒരു ഭരണകൂടത്തിനടക്കം അല്ലെങ്കിൽ അധികൃതർക്കടക്കം സാധിക്കുമെന്നുള്ളതാണ് കുടുംബവും പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും
ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷയിലേക്ക് കടന്നിരിക്കുന്നു പോലീസ് എന്നുള്ളതാണ്. കസ്റ്റഡി അപേക്ഷ നൽകാനായിട്ടുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. വിശദാംശങ്ങൾ നൽകിയത് റിയാസ് KMR.